ഒപ്പിടൂ. എന്തോ അല്ല, എങ്ങനെ നാലാമത്തെ തവണയാ ഈ ഫയലുമായി ഞാൻ തന്റെ മുമ്പിൽ വരുന്നത്. ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ, ഞാൻ പോകുന്നുള്ളൂ. എന്നാ ഒന്ന് കാണണല്ലോ. എന്റെ പൊന്ന് സാറേ, ഇതെന്റെ അപ്പന്റെ പെൻഷന്റെ ഫയലാ. ഇത് താൻ പാസ്സാക്കിയില്ലെങ്കിൽ തന്നെ ഞാൻ തട്ടും. എന്നെപ്പോലുള്ള പാവങ്ങളെ പിഴിയല്ല സർക്കാർ തനിക്ക് ശമ്പളം തന്ന് ഇവിടെ ഇരുത്തിരിക്കുന്നത്. ഒപ്പിടൂ. ഓ, ഇത്ര നല്ല നടക്കാത്ത സ്വപ്നം ഇന്നെന്താവോ എന്തോ. പിന്നെ ഞാൻ അങ്ങോട്ട് വരാം. സാർ വെയിറ്റ് ചെയ്യടോ. ഒന്നുമില്ല, നീ പറയടി. ശരി. കേറി വാടോ. സോറി ഫയൽ. നിക്ക് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഇത്തവണയും ഈ ഫയൽ മാത്രമുള്ള കയ്യില്? പലതവണ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞതല്ലേ, സാർ പറഞ്ഞ തുക എന്റെ എടുക്കാനില്ല എന്ന് പറഞ്ഞ എങ്ങനെ? ചുമ്മാ അങ്ങ് ഫയൽ ഒപ്പിട്ടുതരാൻ നീ എന്റെ അളിയനൊന്നല്ല. എന്നാ ചെല്ല്. കാശാകുമ്പോ വന്നാ മതി. താൻ ചെല്ല്. ദൈവത്തിന്റെ സ്വന്തം നാട്. വായിക്കാൻ കൊള്ളാം, പിന്നെ ടൂറിസ്റ്റുകാരെ പറ്റിക്കാനും. എന്റെ പൊന്നു പരശുരാമ, നിങ്ങളെറിഞ്ഞ ആ മഴു അകത്തിരിക്കുന്ന പന്ന പുന്നാരമാനപ്പോളം പറഞ്ഞ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിൽ ഈ നാട് പണ്ടേ നന്നായി പോയാൽ. ഇടതും വലതും മാറി മാറി നാട് മുടിച്ചിട്ടും ഞങ്ങൾ യുവജനങ്ങൾ മാത്രം മാറില്ല. അങ്ങനെ 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അധികാരത്തിൽ കയറാമെന്നുള്ളവരുടെ ധാർഷ്ട്യം മാറി തുടങ്ങും. മറ്റു പലയിടത്തും മാറ്റങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാലും നമ്മുടെ നാട് ഇവന്മാർക്ക് കക്കാൻ വേണ്ടി തീരെഴുതി കൊടുത്തിരിക്കല്ലേ. ഞങ്ങളൊക്കെ കുറച്ചെങ്കിലും തൻ്റെ ഇടമുള്ളവരായിരുന്നെങ്കിൽ ഇവരെയൊക്കെ പണ്ടേ കല്ലെറിഞ്ഞ് തുരത്തിയാനെ. അളിയാ, കിട്ടില്ല ഐറ്റം തന്നെ. What rubbish are you talking? എന്താ എങ്ങനെ? മോളിപ്പോ അമേരിക്കയിൽ നിന്ന് പൊട്ടി മുളച്ചതായിരിക്കും അല്ലേടി? എത്രയാണ് നിന്റെ റേറ്റ്? You bastard! Leave my hands, you illiterate! സ്ത്രീകളോട് വേണോ ഈ പരാക്രമം? അത് ചോദിക്കാൻ നീ ആരാടാ? 250 രൂപയ്ക്കും ബിരിയാണിക്കും വേണ്ടി ധരണയ്ക്ക് പോകുന്ന പോലെയല്ല ഇതുപോലുള്ള സീനിൽ ഞങ്ങൾ ഇടപെടുന്നത്. ടോട്ടലി ഫ്രീ ആണ്. നോക്ക്, ഒറ്റ ഫോൺ കോൾ മതി, പെട്ടി ഓട്ടോറിക്ഷയിൽ കയറ്റി വീണ്ടും വരും. മക്കളെ കൈയെടുക്കണം. ഇതെന്റെ ഹോം ഗ്രൗണ്ടാ, കോട്ടയം. അതുകൊണ്ട് ക്രൗഡ് സപ്പോർട്ടും എനിക്കായിരിക്കും. മക്കള് വിട്ടോ. Hey, thanks a lot. Is you all right? കുഴപ്പമില്ല. ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പഠിച്ചേ? 1ാം ക്ലാസ് മുതൽ. അല്ല, അതെങ്ങനെ മനസ്സിലായി? ഈസി ഓളർ കേട്ടപ്പോ തന്നെ മനസ്സിലായി. അത് പോട്ടെ, ഞാൻ കേട്ടിട്ടുണ്ട് ഈ നാട്ടിൽ ആരെന്ത് ചെയ്താലും നോ വൺ കാസ് എന്ന്. എന്നിട്ടും താൻ എന്നെ സേവ് ചെയ്തത് ഞാനൊരു പെണ്ണായതുകൊണ്ട് ഷൈൻ ചെയ്യാൻ ഓർത്തിട്ടല്ലേ? സില്ലി പീപ്പിൾ. തെറ്റ്. മോള് സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സൗമ്യ? പട്ടാപ്പകലെ ട്രെയിനിൽ നിന്ന് ഒരു വികലാംഗൻ തള്ളിയിട്ട് റേപ്പ് ചെയ്ത് കൊന്ന സൗമ്യ. അന്ന് ട്രെയിനിൽ എന്നെ പോലെ നട്ടലുള്ള ഒരുത്തിനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം മറ്റൊന്നായി. പതിവ് പോലെ കാഴ്ചക്കാരായി നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ. ഇറ്റ്സ് ഓക്കെ. അപ്പൊ ശരിയെന്നാ, കാണാം. ചേട്ടോ, വൈകിട്ടത്തെ പരിപാടിക്കുണ്ടാവില്ലേ? കാലുമാറിയ മന്ത്രിക്കുള്ള അനുമോദന സമ്മേളനമല്ലേ? കൊള്ളാം. മറക്കാൻ പറ്റുമോ? എന്റെ പ്രസംഗമുള്ളതല്ലേ, എല്ലാ ചാനലുകാരും കവർ ചെയ്യുന്നതാ. ചേട്ടോ, എന്തോ ബഹിഷ്കരണത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ. ഈ നാട് നന്നാവണമെങ്കിലേ ഞങ്ങൾ യുവജനങ്ങൾ മാത്രം നന്നായപ്പോ പറഞ്ഞ വാക്ക് 5 മിനിറ്റ് പോലും പാലിക്കാത്ത ചേട്ടനെ പോലുള്ളവർ നന്നാവണം.
പറ പി കെ ജി, 2 ആഴ്ചയായാലോ എന്താ ഒരു ധരണയോ ഹർത്താലോ വരാത്തതെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. ആട്ടെ, എന്താ നടന്ന വിഷയം? സർക്കാർ ജീവനക്കാരുടെ അഴിമതി. അത് കൊള്ളാം. അതിനെതിരെ ധർണ വേണമെന്ന് ഇന്ന് ഞാൻ ചിന്തിച്ചതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എവിടെയാ എത്തേണ്ടത്? അതിന് പി കെ ജിയുടെ ഓഫീസ് ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ. ഹലോ, ആ തന്നോട് ആരോട് അകത്തേക്ക് വരാൻ പറഞ്ഞത്? ആ തന്നോടല്ലോട് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞത്? രണ്ടും ഒന്ന് തന്നെയാ സാറേ. എന്തായിരുന്നു നാളത്തെ ധർണയുടെ വിഷയം? സർക്കാർ ജീവനക്കാരുടെ അഴിമതി. അത് സംഘടിപ്പിക്കാൻ സാറ് തന്നെയാ ബെസ്റ്റ് ആള്. ആ നാളത്തെ ഉദ്ഘാടനം ആരാണെന്നറിയോ? ആരാ? സരിത. എന്തിനാണവ സരിതയെ കൊണ്ടിരുന്നത്? സരിതയാവുമ്പോ കിളവന്മാരും പിള്ളേരും ചെറുപ്പക്കാരും ഇടിച്ചുത്തി കയറില്ലേ? ധാരണ അങ്ങ് കൊഴുക്കട്ടെ. സാറേ, 250 രൂപയ്ക്ക് വേണ്ടി ഞങ്ങൾ ധരണയ്ക്ക് പോവാറുണ്ട്. ഗതികേട് കൊണ്ടാ. പക്ഷെ കാശിന് വേണ്ടി എന്ത് പന്നത്തരം കാണിക്കാതെ സാറിനെ സരിതയും പോലും സംഘടിപ്പിക്കുന്ന പരിപാടി സഹകരിക്കാൻ എനിക്കും എന്റെ കൂട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ട്. എന്താ പാലും അങ്ങനെയൊക്കെ ഒന്നില്ലേ നമ്മളൊരു ചോരിലിടുവേ. എന്നതിന്റെ പ്രശ്നം? ആ ഫയലും എടുത്ത് എടാ, ഞാനതങ്ങ് ഇപ്പൊ ഒപ്പിട്ട് തന്നേക്കൊന്ന് പോരെ. പിന്നെ നീ അങ്ങ് ഓഫീസിൽ അങ്ങ് കയറി ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ. താടോ. എപ്പോഴാ നാളെ ധർണ? ഇതാണ് ആ ഗോഡ്സ് ഓൺ കൺട്രി. അല്ലല്ല, സരിദാസ് ഓൺ കൺട്രി. നമ്മളിൽ പലരുടെയും രാജ്യസ്നേഹവും ആദർശവും ആവേശവും ഒക്കെ സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിനും ഫേസ്ബുക്കിൽ ലൈക്ക് വാരിക്കൂട്ടുന്നതിനും വേണ്ടി മാത്രമുള്ള മുഖംമൂടികളാണ്. അത് നേടിയെടുക്കാൻ ഏതറ്റം വരെ നമ്മൾ പോവുകയും ചെയ്യും. ആ മുഖംമൂടികൾ പിച്ചി ചീന്തി ഈ നാടിനെ കാർന്നു തിന്നുന്ന ദുഷിച്ച രാഷ്ട്രീയ വ്യവസ്ഥിതിക്കെതിരെ ആഞ്ഞടിക്കുന്ന ഒരു കാലം വരും എന്ന ഉറച്ച വിശ്വാസത്തിൽ ഞങ്ങൾ വിട പറയുന്നു. വന്ദേ മാതരം.